ഹായ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ല അല്ലേ, കുക്കിംഗ് വീഡിയോ ആണെന്ന്. അപ്പോൾ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉപ്പുമാവാണ് സേമിയ വെച്ചിട്ട് എങ്ങനെ നമുക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻ്റ് കൊണ്ട് വേഗം വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് സേമിയ ഉപ്പുമാവ്. അപ്പോൾ നമുക്ക് നേരത്തെ കണ്ടല്ലോ, സേമിയ നമ്മൾ ആദ്യം വേവിച്ചു, ഉപ്പിട്ട് വേവിക്കണം. എന്നിട്ട് അതൊരു സ്ട്രെയിനറിൽ നമ്മൾ വെള്ളം വാരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനേക്ക് നമുക്ക് ആവശ്യം വേണ്ടത് സവാള, പച്ചമുളക്, കുറച്ച് കറിവേപ്പില, തേങ്ങ ചിരവിയത്. ഇത് മാത്രം മതി നമുക്ക് സേമിയ ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. സിമ്പിളായിട്ട് പെട്ടെന്ന് എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമ്മളൊരു പാത്രം വെച്ചു. ഇനി പാത്രം നന്നായി ചൂടായാൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം, കടുക് പൊട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, സേമിയ നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് തിളച്ച വെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ടിട്ട് വേണം സേമിയ വേവിച്ചെടുക്കാൻ. സേമിയ നന്നായിട്ട് വെന്ത് ഉടഞ്ഞു പോകാതെ ശ്രദ്ധിച്ചിട്ട് എടുക്കണം. എന്നിട്ട് അപ്പോൾ തന്നെ സ്ട്രെയിനറിലിട്ട് വെള്ളം വാരാൻ വേണ്ടി വെക്കണം. അപ്പോൾ നമ്മൾ പാത്രത്തിൽ കടുക് പൊട്ടിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കടുക് പൊട്ടി പുറത്തോട്ട് തെറിച്ച് പോകാതിരിക്കാൻ വേണ്ടി ഒരടപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മളിനി കടുക് പൊട്ടിക്കഴിഞ്ഞാൽ അതിലോട്ട് നമ്മുടെ സവാളയും പച്ചമുളകും ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം, നേരത്തെ സേമിയയിൽ ഇട്ടിട്ടുണ്ട് ഉപ്പ്, അതുകൊണ്ട് കുറച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ സവാളയും പച്ചമുളകും നന്നായി വഴറ്റണം. പിന്നെ നമ്മൾ ഇതിലോട്ട് വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു കളറ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം. ഞാനിപ്പോൾ ഇടുന്നില്ല, ഞാൻ മഞ്ഞൾപ്പൊടി ഇടാതെയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ അതുപോലെ നമ്മൾ കടുക് പൊട്ടിക്കുമ്പോൾ വറ്റൽമുളക് കൂടി ഇടാം. ഞാൻ പിന്നെ കുട്ടികൾക്ക് കൊടുക്കേണ്ടതായതുകൊണ്ട് എരിവ് കൂടേണ്ടതെന്ന് വെച്ചിട്ട് അതും ഇട്ടിട്ടില്ല. ആവശ്യമുള്ളവർ അതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സവാളയും പച്ചമുളകും നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. ഇത്രയും മതി. അപ്പോൾ നമുക്കിനി അടുത്തത് നമ്മൾ വേവിച്ച് വെച്ച സേമിയ ചേർത്ത് കൊടുക്കണം. നമ്മൾ സ്ട്രെയിനറിൽ വെച്ച് വെള്ളം വാർന്ന സേമിയ ഇതിലോട്ട് ചേർത്ത് കൊടുത്തു. അപ്പോൾ സേമിയ ചേർത്ത് നമ്മൾ ഇത് മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, സേമിയ ഉടഞ്ഞു പോവാതെ മെല്ലെ മെല്ലെ പതുക്കെ വേണം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇങ്ങനത്തെ സ്പൂണല്ലാതെ നമ്മുടെ ഫോർക്ക് വെച്ചിട്ട് മിക്സ് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. എന്നാൽ അതങ്ങനെ ഉടഞ്ഞു പോവാതെ നല്ല രീതിയിൽ നമുക്ക് ആയി കിട്ടും. അപ്പോൾ നന്നായി ശ്രദ്ധിച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ ചിരകി വെച്ച് കുറച്ച് തേങ്ങ അത് ഇട്ട് കൊടുക്കാം, കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അധികം കുക്കാവേണ്ട ആവശ്യമൊന്നുമില്ല. സേമിയ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച സാധനമാണ്, അതുകൊണ്ട് ഒരുപാട് സമയം കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ തേങ്ങയും ഇട്ട് കുറച്ചൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉപ്പുമാവ് റെഡിയായി. അപ്പോൾ ഇതാ നമ്മുടെ നല്ല സൂപ്പർ ടേസ്റ്റി നമ്മുടെ സേമിയ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ്, പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. നമ്മൾ ഇന്ന് ഉപ്പുമാവ് എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ റവ വെച്ചിട്ടല്ലേ വേഗം ഉണ്ടാക്കുന്നത് അല്ലേ. അപ്പോൾ ഇനി ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ, നല്ല ടേസ്റ്റിയാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. അവർ മാഗിയൊക്കെ കഴിക്കുന്ന ഒരു ഫീലിൽ അങ്ങനെ കഴിച്ചോളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്